ഹായ് ഫ്രണ്ട്സ്, ഞാൻ മുഹമ്മദ് സിദ്ദീഖ് പുത്തഞ്ചാലി. കേരളം മുഴുവൻ ഇപ്പോൾ നമ്മുടെ പ്രിയങ്കരനായ ബോച്ചയുടെ പീഡനക്കേസും ജയിൽവാസവുമൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. ഒരു പ്രമുഖ നടി തനിക്കെതിരെ ലൈംഗിക ചുവയുള്ള പരാമർശങ്ങൾ നടത്തി എന്ന് ആരോപിച്ച് പരാതി നൽകുകയും ഗവൺമെൻറ് എത്രയും പെട്ടെന്ന് തന്നെ ആക്ഷൻ എടുക്കുകയും പ്രതിയായി ചേർക്കപ്പെട്ടയാളുടെ സ്ഥാനമോ പദവിയോ ഒന്നും പരിഗണിക്കാതെ ജയിലിലടക്കുകയും ചെയ്തു. വളരെ നല്ലത്. നിയമം എല്ലാവർക്കും ഒരുപോലെയാണെന്നും ആരും നിയമത്തിന് അതീതരല്ല എന്നുമുള്ള സന്ദേശമാണ് സർക്കാർ ഇതിലൂടെ നൽകിയത്. ഇതുപോലെ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ട 1-2 പ്രമുഖ നടന്മാരുടെ പേരിലും ത്വരിതമായ നടപടികൾ എടുത്തു. ഇനിയും ഒരുപാട് പേര് അതിൽ അറിയപ്പെടാത്തതും നടപടി എടുക്കാത്തതുമായി ശേഷിക്കുന്നു. എതിരിലും ഇതുപോലെ കണിശമായ നടപടികൾ സർക്കാർ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ അല്പം ചില കാര്യങ്ങൾ പുറകോട്ട് പോയി പരിശോധിക്കാൻ താല്പര്യപ്പെടുന്നു. ഇപ്പോൾ ഇതിനോടൊപ്പം തന്നെ നമ്മളെല്ലാവരും പത്രത്തിൽ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത കാണാം. ഒരു ചെറിയ പെൺകുട്ടി പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് മുതൽ തന്നെ 68ഓളം പേർ പീഡിപ്പിച്ചു കഴിഞ്ഞു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു പെണ്ണിനെ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ തുറിച്ചു നോക്കിയാൽ പോലും അതിന് കൃത്യമായി ശിക്ഷ കൊടുക്കാവുന്ന നിയമങ്ങളും ആ നിയമങ്ങൾ പാലിക്കപ്പെടാവുന്ന സംവിധാനങ്ങളും ഇവിടെയുണ്ട് എന്നുള്ളത് നമ്മൾ അനുഭവത്തിലൂടെ കണ്ടതാണ്. അപ്പോൾ വെറുതെ ഒന്ന് തുറിച്ചു നോക്കുകയോ എന്തെങ്കിലും ഒരു ആക്ഷൻ കാണിക്കുകയോ അല്ലെങ്കിൽ ആ ഒരു സ്ത്രീക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ചെയ്യുകയോ ചെയ്താൽ അതിന് കൃത്യമായി ജയിൽ ശിക്ഷ കൊടുക്കാവുന്ന വകുപ്പുകൾ നമ്മുടെ നിയമങ്ങളിലുണ്ട്. ഇത്രയും ശക്തമായ നിയമങ്ങൾ നിലനിന്നിട്ടും എന്തുകൊണ്ട് പോക്സോ ഉൾപ്പെടെയുള്ള വലിയ വകുപ്പുകൾ ചാർജ് ചെയ്യാവുന്ന ഇത്തരം കേസുകൾ നിത്യേന ഉണ്ടാകുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഒരു പുനരവലോകനം വേണ്ടതല്ലേ? ഒരു 10-30 വർഷം പുറകിലോട്ട് പോയാൽ നമുക്കൊക്കെ ഓർമ്മയുണ്ടാകുമെന്ന് കരുതുന്നു. ഇതിന് സമാനമായ ഒരു സൂര്യനെല്ലി കേസ് നമുക്കൊക്കെ ഓർമ്മയുണ്ടാകും. അന്നും വളരെ പ്രമുഖനായ കേരളത്തിലെ ഉന്നത മന്ത്രി ഉൾപ്പെടെ ഉള്ളവർ അതിലും പ്രതികളായിരുന്നു. ഈ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അന്ന് കൃത്യമായ രീതിയിൽ നിയമം നടപ്പിലാക്കുകയും പ്രതികൾക്ക് അർഹമായ ശിക്ഷ കിട്ടുകയും ചെയ്തിരുന്നെങ്കിൽ ഇന്ന് 30 വർഷങ്ങളോളം തുടർന്നു വന്ന് ഇപ്പോൾ ഈ വർഷത്തിലും നടക്കുന്ന ഈ സ്ത്രീ പീഡനം അല്ലെങ്കിൽ ബാലികാ പീഡനം ഉണ്ടാകുമായിരുന്നോ എന്നുള്ളത് നമ്മൾ ഒന്ന് വിലയിരുത്തേണ്ടതാണ്. ഒരു സമൂഹം എന്ന നിലയിൽ, ഒരു സംസ്കാര സമ്പന്നരായ ഉത്ബുദ്ധരായ സമൂഹം എന്നുള്ള നിലയിൽ നമ്മൾ ഒന്ന് വിലയിരുത്തേണ്ടതാണ്. എവിടെയാണ് പാളിച്ചകൾ സംഭവിക്കുന്നത്? നിയമ സംവിധാനങ്ങളിൽ അല്ലെങ്കിൽ എഴുതപ്പെട്ട നിയമങ്ങളിലാണോ? അങ്ങനെയല്ല എന്നുള്ളത് നമുക്കൊക്കെ സാമാന്യ വീക്ഷണത്തിൽ മനസ്സിലാക്കാവുന്നതാണ്. നിയമം നടപ്പിലാക്കപ്പെടുന്നിടത്ത് എവിടെയോ ആണ് വീഴ്ചകൾ സംഭവിക്കുന്നത്. നിയമങ്ങളുടെ പ്രായോഗിക തലത്തിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ പല വീഡിയോകളിലും ചർച്ച ചെയ്തു. അപ്പോൾ ഇന്ന് ഹണി റോസിൻ്റെ പരാതിയിൽ ബോച്ചയ്ക്കെതിരെ ഉണ്ടായ ഈ നടപടി കേരളത്തിലെ എല്ലാ സ്ത്രീപീഡന കേസുകളിലും അതിൻ്റേതായ വകുപ്പുകൾ അനുസരിച്ച് നടപടി സ്വീകരിക്കപ്പെടുകയാണെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുകയില്ല എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഇന്ന് ഈ ഹണി റോസിന് പലരും നൽകുന്ന പിന്തുണ അത് പിന്തുണക്കണം. കാരണം അത് എന്തൊക്കെ ആയാലും ഒരു ഇര അവരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടോ ഇല്ലേ എന്നൊക്കെ വേറെ പരിശോധിക്കാം. പരാതിക്കാരിക്ക് അല്ലെങ്കിൽ ഇരയ്ക്ക്
പിന്തുണ നൽകേണ്ടത് തന്നെയാണ്. ആ ഒരു ആർജവം എല്ലാവർക്കെതിരെയും എല്ലാ കേസുകളിലും പൊതുസമൂഹം പുലർത്തണമെന്നും അതിൻ്റെ പ്രതികരണം സ്വാഭാവികമായിട്ടും മീഡിയകളിലും അതിനെ തുടർന്ന് സർക്കാർ സംവിധാനങ്ങളിലും കടന്നു വരും. അതിന് എല്ലാവരും തയ്യാറായി മുന്നോട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്നു. പിന്നെ ഇവിടെ മറ്റൊരു വിഷയം, ഇതിനോടനുബന്ധിച്ച് കുറേ അനാവശ്യമായ ചർച്ചകളും കാര്യങ്ങളും വിശകലനങ്ങളുമൊക്കെ നടന്നതായി കാണുന്നു. ഏതോ ഒരു പ്രമുഖ ഒരു പേര് ഓർമ്മയിൽ, പ്രമുഖനായ ഒരു നിയമവിദഗ്ധൻ ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു: ബോബി ചെമ്മണ്ണൂർ എന്തിനാണ് ഇങ്ങനത്തെ കോമാളിത്തരങ്ങൾ കാണിക്കുന്നത്? അയാൾ കാണിക്കുന്നതെല്ലാം കോമാളിത്തരങ്ങളാണ്. ഒരാളുടെ ആക്ഷൻ കോമാളിത്തരമാണോ എന്ന് തീരുമാനിക്കേണ്ടത് അയാളുടെ ഓഡിയൻസാണ്. ഇപ്പോൾ ഇന്നസെൻ്റ് എന്ന മഹാനടൻ സിനിമയിൽ കോമാളിത്തരങ്ങളാണ് കാണിച്ചിരുന്നത് എന്ന് വേണമെങ്കിൽ പലർക്കും വാദിക്കാം. അല്ലെങ്കിൽ ബഹദൂർ, പ്രശസ്തനായ ബഹദൂർ കോമാളിയായിരുന്നു, അടൂർ ബാസി കോമാളിയായിരുന്നു, മാള അരവിന്ദൻ കോമാളിയായിരുന്നു എന്നൊക്കെ എല്ലാവർക്കും അല്ലെങ്കിൽ പലർക്കും വാദിക്കാം. പക്ഷെ ആര് വാദിച്ചാലും അവരുടെ ഓഡിയൻസാണ് അക്കാര്യം തീരുമാനിക്കുന്നത്. അപ്പോൾ ബോബി ചെമ്മണ്ണൂരിൻ്റെ പേരിലൊരു സ്ത്രീ വിഷയം ഉണ്ടായാൽ അതെന്തുമാകട്ടെ, അത് പരാമർശിക്കുന്നിടത്ത് അദ്ദേഹത്തിൻ്റെ മറ്റ് ആക്ഷനെ കുറിച്ച് അത് കോമാളിത്തരമാണെന്നും ഒക്കെ പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അത്തരം സമീപനങ്ങളോട് തീരെ താല്പര്യമില്ല. അത് അദ്ദേഹത്തിൻ്റെ ഫാൻസ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓഡിയൻസ് തീരുമാനിക്കട്ടെ. പിന്നെ അദ്ദേഹം സാമ്പത്തികമായ എന്തെങ്കിലും അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ അതിൻ്റേതായ രീതിയിൽ നടന്നോട്ടെ. ഇത്തരം സന്ദർഭങ്ങളിൽ അതൊന്നും വിശകലനം ചെയ്യേണ്ടതില്ല. ആ ഒരു രീതി നല്ലതല്ല എന്നാണ് അഭിപ്രായപ്പെടാനുള്ളത്.